പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ പ്രാക്ടിക്കൽ ഷീറ്റ് നമ്പർ 7 പ്രോബബിലിറ്റി എന്ന ഷീറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോബ് എന്ന ഫംഗ്ഷൻ ആണ്, PROB, പ്രോബ് എന്ന ഫംഗ്ഷൻ ആണ് എക്സലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. എക്സ് വാല്യൂസും എഫ് ഓഫ് എക്സ് വാല്യൂസും, അതായത് എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, probability x greater than or equal to 4, probability 2 less than or equal to x less than or equal to 5, probability of 1 less than x less than 5. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സലിൽ ചെയ്യുന്നതെന്ന് നോക്കാം. എക്സലിലേക്ക് ഞാൻ ഡേറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്. എക്സും എഫ് ഓഫ് എക്സും രണ്ട് കോളമായിട്ട് എൻ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് അറിയേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കിതാണ് ഇതിന്റെ ആൻസർ ആണ് വേണ്ടത്. ആൻസർ വേണ്ടത് ഈ സെല്ലിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ സെല്ലിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പ്രോബ് എന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഈക്വൽ സൈൻ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഫോർമുലാസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ആണ് പ്രോബ്, അങ്ങനെയും എടുക്കാം. ഞാൻ എളുപ്പ വഴിയിൽ പ്രോബ് എടുക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ എക്സ് റേഞ്ച് ചോദിക്കും. അവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് ആ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രോബബിലിറ്റി റേഞ്ച് ചോദിക്കും. പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ് അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ചോദിക്കും. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ മുതൽ ആണ് നമുക്ക് പ്രോബബിലിറ്റി വേണ്ടതെന്നുള്ളത്, എക്സിന്റെ ലോവർ വാല്യൂ. ഇവിടെ എക്സിന്റെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് നമുക്ക് വേണ്ടത്. അതായത് 1 മുതൽ 4 വരെയുള്ള 4 വരെയുള്ള എക്സിന്റെ പ്രോബബിലിറ്റീസ് ആണ് വേണ്ടത്. അതുകൊണ്ട് ലോവർ ലിമിറ്റ് നമ്മൾ 1 കൊടുക്കുന്നു, അപ്പർ ലിമിറ്റ് 4ഉം കൊടുക്കുന്നു. ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇൻക്ലൂഡഡ് ആയിട്ടാണ് പ്രോബബിലിറ്റി വരുന്നത്. എൻ്റർ അടിക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള എക്സിന്റെ പ്രോബബിലിറ്റീസ് എല്ലാം 0.2, 0.1, 0.2, 0.05 ഇതെല്ലാം ആഡ് ചെയ്ത് പ്രോബബിലിറ്റി വരും. പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അതാണ്. അടുത്ത് നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. അവിടെ നമ്മുടെ എക്സിന്റെ ലോവർ ലിമിറ്റ് 4 ആണ്. 4 മുതൽ ഉള്ളതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പതിവ് പോലെ പ്രോബ് എന്ന ഫംഗ്ഷൻ എടുക്കുന്നു. എക്സ് വാല്യൂസും എക്സിന്റെ റേഞ്ചും പ്രോബബിലിറ്റി റേഞ്ചും സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോവർ ലിമിറ്റ് ഇവിടെ 4 ആണ്. 4 മുതലുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ആഡ് ചെയ്ത് കിട്ടേണ്ടത്. സോ ലോവർ ലിമിറ്റ് 4. അപ്പർ ലിമിറ്റ് എക്സിന്റെ അപ്പർ ലിമിറ്റ് മാക്സിമം പോയാൽ എക്സിന് 6 ആണ്. സോ 6. അപ്പോൾ 4 മുതൽ 4, 5, 6 3 വാല്യൂസിന്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്ത് 0.5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബബിലിറ്റി വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിൽ ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്യാം. നമ്മളൊരു സെല്ലിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ പോർഷനിൽ, എൻ്റെ കഴ്സർ ഇരിക്കുന്ന ഈ പോർഷനിൽ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതവിടെ വന്നോളും. കറസ്പോണ്ടിങ് സെല്ലിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ചസ് വന്നോളൂ. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയി. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. പ്രോബബിലിറ്റി 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ആൻസർ വേണ്ട കോളത്തിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്രോബ് ഫംഗ്ഷൻ എടുക്കുന്നു. എക്സ് റേഞ്ചും എഫ് എക്സ് റേഞ്ചും പ്രോബബിലിറ്റി റേഞ്ചും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ലോവർ ലിമിറ്റ് 1 ലെസ് ദാൻ ആണ്, അതായത് 1 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മുടെ ലോവർ ലിമിറ്റ് ശരിക്കും 2 ആണ്. അതുപോലെ അപ്പർ ലിമിറ്റിലും 5 ഇൻക്ലൂഡഡ് അല്ല, അതായത് 4 വരെയുള്ള പ്രോബബിലിറ്റി മതി നമുക്ക് ആക്ച്വലി. അതുകൊണ്ട് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും 2ഉം 4ഉം ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബബിലിറ്റി പ്രോബ്ലംസ് ചെയ്യുന്നത്.
ഇത് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. നമ്മൾ പ്രോബ് എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. അതിന്റെ പാത്ത് എഴുതുക. ഫോർമുലാസ്, മോർ ഫംഗ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ, ദെൻ പ്രോബ്. എന്നിട്ട് അതിലെ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ പ്രോബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അതിന്റെ ആൻസർ മാത്രം എഴുതുക. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ പ്രോബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, അതിന്റെയും ആൻസർ മാത്രം എഴുതുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന്റെ ഡിഫറെന്റ് പ്രോബബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. A taxi cab company has 12 ambassadors and 8 Fiats. If 5 of these taxi cabs are in the shop for repair, ambassador is as likely to be in for repair as Fiats. What is the probability that the cabs under repair are 3 of them are ambassadors and 2 of them are Fiats? And the second question is, at least 3 of them are ambassadors. അപ്പോൾ ഒരു ടാക്സി ക്യാബ് കമ്പനിക്ക് 12 അംബാസഡർ കാറുകളും 8 ഫിയറ്റ് കാറുകളും ഉണ്ട്. 2 ടൈപ്പ് കാറുകളാണ്. ആകെ 20 കാറുകളാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് റിപ്പയർ പോകുന്നത് 5 കാറുകളാണ്. അതായത് അതിൽ നിന്നൊരു സാമ്പിൾ എടുത്ത മാതിരി. അപ്പോൾ നമുക്കറിയേണ്ടത് ഈ റിപ്പയറിലുള്ളത് 5 എണ്ണത്തിൽ 3 എണ്ണം അംബാസഡേഴ്സും 2 എണ്ണം ഫിയറ്റ്സും ആകാനുള്ള പ്രോബബിലിറ്റി. 3 എണ്ണം അംബാസഡേഴ്സും 2 എണ്ണം ഫിയറ്റ്സും ആകാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ. അപ്പോൾ ഇതൊരു ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് നമ്പർ ഓഫ് അംബാസഡേഴ്സ് അണ്ടർ റിപ്പയർ എന്നെടുത്താൽ, റിപ്പയറിലുള്ള അംബാസഡർ കാറുകളുടെ എണ്ണമാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് എങ്കിൽ എക്സ് ഒരു ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു പോപ്പുലേഷനിൽ 2 ടൈപ്പ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് അംബാസഡർ കാറുകളും രണ്ടാമത്തേത് ഫിയറ്റ് കാറുകളും. 2 ടൈപ്പ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു സാമ്പിൾ എടുത്താൽ, ഇവിടെ അണ്ടർ റിപ്പയർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സാമ്പിൾ എടുത്തതുപോലെയാണ്. ഒരു സാമ്പിൾ എടുത്താൽ അതിൽ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സക്സസ്, അതായത് ഇവിടെ നമ്മുടെ അംബാസഡർ കാറുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് വേണ്ടത് 3 എണ്ണം അംബാസഡർ കാറുകളായിരിക്കണം. അപ്പോൾ എൻ്റെ എക്സ് 3 ആകുന്ന പ്രോബബിലിറ്റി, എക്സ് ആണല്ലോ ഞാൻ നമ്പർ ഓഫ് അംബാസഡർ കാറുകൾ അണ്ടർ റിപ്പയർ എന്ന് എടുത്തത്. അപ്പോൾ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 3 ആണ് എനിക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വേണ്ടത്. രണ്ടാമത്തേതോ അറ്റ്ലീസ്റ്റ് 3 ഓഫ് ദം ആർ അംബാസഡേഴ്സ്, ദാറ്റ് ഇസ് പ്രോബബിലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അതാണ് വേണ്ടത്. ഈ 2 ടൈപ്പ് പ്രോബബിലിറ്റി ആണ് നമ്മൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ്, ഹൈപ്പ് ജോം ഡിസ്റ്റ്. ഹൈപ്പ് ജോം ഡിസ്റ്റ്, ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന മീനിങ്ങിൽ ഹൈപ്പ് ജോം ഡിസ്റ്റ്. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ ഹൈപ്പർ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് പോപ്പുലേഷൻ സൈസിനെ നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് ഡിനോട്ട് ചെയ്യും. ഇവിടെ പോപ്പുലേഷൻ സൈസ് 20 ആണ്. അതിൽ തന്നെ പോപ്പുലേഷനിലുള്ള നമ്മൾ സക്സസ് എന്നെടുത്ത കാറുകളുടെ എണ്ണം, അതിനെ എം എന്ന് ഡിനോട്ട് ചെയ്യും. അതിവിടെ 12 ആണ്. അതായത് നമ്മുടെ സക്സസ് ഒരു അംബാസഡർ കാർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പോപ്പുലേഷനിൽ 12 അംബാസഡർ കാറുകൾ ഉള്ളതുകൊണ്ട് എം എസ് ഈക്വൽ ടു 12 ആണ്. പിന്നെ സ്മോൾ എൻ, സാമ്പിൾ സൈസ്, അതായത് ഇവിടെ സാമ്പിൾ എടുത്തെന്നല്ല റിപ്പയറിന് പോയി എന്നുള്ളതാണ്. സോ എൻ എസ് ഈക്വൽ ടു 5. സാമ്പിളിലെ സക്സസ് അതാണ് എക്സ്, അതിവിടെ 3. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാരാമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 3 എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ എക്സൽ ഷീറ്റ് എടുക്കുന്നു. ഇവിടെയാണ് എനിക്ക് പ്രോബബിലിറ്റി വേണ്ടത്. വേണ്ട പ്രോബബിലിറ്റി ഇതാണ്, പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 3. ഇവിടെയാണ്, ഈ സെല്ലിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പൊ നമ്മൾ ഈക്വൽ സൈൻ അടിക്കുന്നു. ഹൈപ്പ് ജോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ ഒന്നാമത് ചോദിക്കുന്നത് സാമ്പിൾസ് എന്നുള്ളതാണ്. സാമ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ അടിച്ചു കൊടുക്കേണ്ടത് എക്സ് വാല്യൂ ആണ്. അതായത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ എത്ര സക്സസ് ഉണ്ടെന്ന്, അത് 3 ആണ്. കോമ അടുത്ത ചോദിക്കുന്നത് നമ്പർ സാമ്പിൾ. നമ്പർ സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്മോൾ എന്നിന്റെ വാല്യൂ ആണ്. സ്മോൾ എൻ ഇവിടെ 5 ആണ്.
നൗ പോപ്പുലേഷൻസ് ചോദിക്കും. പോപ്പുലേഷൻസ് ക്യാപിറ്റൽ എം ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ എം ഇവിടെ 12 ആയിരുന്നു. നമ്പർ പോപ്പുലേഷൻ ക്യാപിറ്റൽ എൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആകെ 20 ക്യാപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ക്യാപിറ്റൽ എം. ഇനി ഇവിടെ ട്രൂ ഓർ ഫോൾസ് ചോദിക്കും. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂവിലെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മളിവിടെ ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് ട്രൂ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് വേണ്ടതെങ്കിൽ ട്രൂവും, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫോൾസും ആണ് വേണ്ടത്. നമുക്കിവിടെ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരുന്നെങ്കിൽ അത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയേനെ. അതുകൊണ്ട് നമ്മളിവിടെ ഫോൾസ് വേണം കൊടുക്കാൻ. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 3 കിട്ടും. അടുത്ത് നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഹൈപ്പ് ജോം ഡിസ്റ്റ്. അവിടെ നേരത്തെ അടിച്ചു കൊടുത്തതുപോലെ വാല്യൂസ് എല്ലാം അടിച്ചു കൊടുക്കുക. സാമ്പിൾസ് എന്നുള്ളിടത്ത് എക്സ് വാല്യൂ 3, നമ്പർ സാമ്പിൾ എന്നുള്ളിടത്ത് സ്മോൾ എന്നിന്റെ വാല്യൂ അടിച്ചു കൊടുക്കുക. പോപ്പുലേഷൻസ് ക്യാപിറ്റൽ എം, നമ്പർ പോപ്പുലേഷൻ എന്നുള്ളത് ക്യാപിറ്റൽ എൻ. സോറി, ഇവിടെ പക്ഷേ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ട്രൂ വേണം അടിച്ചു കൊടുക്കാൻ. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പോലെയുള്ള പ്രോബബിലിറ്റീസ് വാലുവേറ്റ് ചെയ്യാൻ, അതായത് എക്സ് 3 ആകുന്നത് വരെയുള്ള പ്രോബബിലിറ്റീസ് ക്യുമുലേറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ട്രൂ. അപ്പോൾ പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3യുടെ പ്രോബബിലിറ്റിയും കിട്ടും.